അതിലിപ്പം പ്രചരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ ഒരു പുതിയ രീതി വന്നിരിക്കുക AQI. നിങ്ങൾക്കൊക്കെ അറിയാം, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എനിക്കറിയത്തില്ല, ഇവിടെ ഞാനിവിടെ ആലപ്പുഴ ജില്ലയിലെ ഓലവെട്ടിയമ്പലത്തില് മാവേലിക്കര, ഇവിടെയാണ് താമസിക്കുന്നത്. ഓലവെട്ടിയില് വലിയ എന്തുവാ പൊല്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്റീരിയർ പ്ലേസ് ആണ്. ഒത്തിരി NH-ന്റെ അടുത്തുപോലും അല്ല, പിന്നെ വലിയ ഇതൊന്നും അല്ല, കുറച്ച് വണ്ടികളൊക്കെ മാത്രം പോകുന്ന ഒരു, അതും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു വഴിയുടെ ഇതിലാണ്. മെയിൻ റോഡല്ല, ബൈ റോഡാണ്. മെയിൻ റോഡിൽ പോകണമെങ്കിൽ 500 മീറ്ററും അങ്ങോട്ട് നടക്കണം. ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടോട്ട് എപ്പോഴും ഇങ്ങനെ കുറെ പോയിസണസ് ഗ്യാസ് ഒക്കെ നമ്മുടെ കണ്ണിലോട്ടും നമ്മുടെ മൂക്കിനകത്തോട്ടും എല്ലാം അടിക്കുകയാണ്. ഞാൻ ഇന്നലെ കാണിച്ച് ചിലവരിങ്ങനെ പുകയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ നടക്കും? ക്രിയേറ്റിംഗ് പൊല്യൂഷൻ ഇല്ലെങ്കിൽ പോലും ഇവര് ഈ ആൾക്കാർ പൊല്യൂഷൻ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി പലയിടത്തും പുകയിടുക, ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ പുകച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തീയിട്ടാൽ നിങ്ങൾക്കെല്ലാം അറിയും, അരമണിക്കൂറിൽ കൂടുതൽ അത് കത്തത്തില്ല. ഇന്നലെ മുതൽ അവര് തീയിട്ടവര്, ഇന്നലെ രാവിലെ തീയിടാൻ തുടങ്ങിയവര് ഞാൻ വൈകിട്ട് ഉച്ചയ്ക്കാണ് കാണിക്കുന്നത്. ഉച്ചയ്ക്ക് കാണിച്ചു, 3 മണിക്ക് കാണിച്ചു. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് ഇടുന്നത് ഇവര്? ഇവിടെ ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് വന്നപ്പോ അവർ പറഞ്ഞു അങ്ങനെ മണമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന്, പരാതിപ്പെടണം. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇപ്പം വണ്ടികൾ വരെയും പൊല്യൂഷൻ ടെസ്റ്റ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ വണ്ടികളൊക്കെ ഇലക്ട്രിക് വണ്ടികളാക്കുകയാണ്. അപ്പോഴേ ഈ പൊല്യൂഷന്റെ കാര്യം പറയാണ്. എന്ത് പൊല്യൂഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടികളൊക്കെ ഈവൻ ദില്ലിയിലും ഇന്ന പഴയ വണ്ടികൾ ദില്ലിയിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ എവിടുന്നാണ് ഇത്രയും പൊല്യൂഷൻസ് വരുന്ന എവിടുന്നാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവരുടെ ഈ ഒരു ഗ്രൂപ്പാണ്, ഈ നമ്മുടെ മാഫിയ ആണ്, ലൂട്ടേഴ്സ് ആണ്, ഇൻഷുറൻസ് ലൂട്ടേഴ്സ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ഈ കള്ളരെ കുറിച്ച് വരുന്നുണ്ട്. പല മൂവീസ്, ഇപ്പൊ ഈയിടയ്ക്ക് ഞാനിപ്പം ഒരു മൂവിയെ കുറിച്ച് ഷാരൂഖ് ഖാൻ അഭിനയിച്ചാണോ അത് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കള്ളറുടെ വലിയ പണക്കാരുടെയും പിന്നെ ഷെയറിന്റെയും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എങ്ങനെയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിക്കലും വെട്ടിക്കലും നടത്തുന്നത്, ബ്ലാക്ക് മണി എങ്ങനെയാണ് വൈറ്റ് ആക്കുന്നത്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മൂവീസ് ഒക്കെ ഇങ്ങനെ അതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആരും കാണരുത് ഇവരുടെ കള്ളത്തരങ്ങളൊന്നും, വലിയ പണക്കാരുടെ കള്ളത്തരങ്ങളൊക്കെ. ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ക്രിമിനൽസ് കാരണം. ഇവിടെ കുറെ ക്രിമിനൽസ് ആണ് നമ്മളെ വെച്ച് ചുമ്മാ കഥകൾ ഉണ്ടാക്കുക. നമ്മൾ അറിയാത്ത കഥകളാണ് ഇവന്മാർ ഉണ്ടാക്കുന്നത്. ഇവന്മാർ ഈ വഴിയെ പോകുന്നതിന്റെ കഥകൾ ഉണ്ടാക്കുക.
ഇവൻ പറയുകയാണ് നമ്മുടെ വീട്ടിലോട്ട് ആണുങ്ങൾ വരുന്നെന്ന്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഏത് ആണുങ്ങളാണ് ഇവിടെ വരുന്നത്, ഞാൻ ഈ ചെയറിലാണ് മിക്കവാറും ഇരിക്കുന്നത്, ഏത് ആണുങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ നമ്മളെ കുറിച്ച് അനാവശ്യമായ കഥകൾ. ഇവരാരാണ് നമ്മളെ കുറിച്ച് അനാവശ്യമായ കഥകൾ ഉണ്ടാക്കാൻ? 50 വയസ്സായി 50 വയസ്സായി ഇവനൊക്കെ പാട്ട് പാടുകയാണ്. 50 വയസ്സായെങ്കിൽ 50 അല്ല 65 വയസ്സായ പലരുടെയും മുഖം നിങ്ങൾക്ക് കാണാം. 65-70 വയസ്സായ ഞാൻ പറയുന്ന പത്മജ, അവരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് 65 വയസ്സിൽ കൂടെയല്ല, ഇപ്പഴും പണ്ടത്തെക്കാട്ടി നല്ലതായിട്ടാണ് അവരിയ്ക്കുന്നത്. ഇപ്പം പണ്ടത്തെ ജീവിതശൈലി ഒന്നുമല്ല. അപ്പൊ നമ്മൾ പണ്ടത്തേതിനെക്കാട്ടിലും നല്ല ഇതായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ ഓവറായിട്ട് വേറെ ഷുഗറും അത് ഇതൊന്നും കഴിക്കാത്തപ്പോ, ഷുഗർ ഒന്നും കഴിക്കുന്നേ ഇല്ല നമ്മൾ. അപ്പൊ നമുക്ക് ആ ഒരു ഹെൽത്ത് വരികയും ആ ഒരു നല്ല ഇത് വരികയാണ് പിന്നെ നന്നായിട്ട്. ഇവന്മാർ നമ്മളുടെ ഫേസ് ഡ്രൂപ്പ് ആക്കാനും നമ്മുടെ നഖം വരെ ഒടിക്കാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് പ്രായമുള്ള എന്തൊക്കെയോ ആയി, പ്രായം വന്നങ്ങ് മുതുക്കിയായി എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് ബന്ധപ്പെടുകയാണ് ഇവന്മാര്. മനസ്സിലായില്ലേ? നമ്മുടെ കാലിലെ നഖം ഓടിക്കുക, കയ്യിലെ നഖം ഓടിക്കുക, ഉള്ള ഇതെല്ലാം ഇട്ടിട്ട് വെള്ളത്തിനകത്ത് അതുപോലെ കൈയും കാലും ഒക്കെ ഇങ്ങനെ വൃത്തികേടായി തീരാക്കുക, കറപ്പിക്കുക. അങ്ങനെ ഭയങ്കര രോഗങ്ങളാണ്. നമ്മളങ്ങ് മുതുക്കരാണ്, നമ്മൾ അങ്ങനെ അഗ്നിയായിട്ട് ഇരിക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് നമ്മളെ എങ്ങനെയൊക്കെയോ കൊന്ന് നമ്മളെ എങ്ങനെയൊക്കെയോ വകവരുത്തി എന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മുടി കൊഴിക്കുക, നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് പ്രായമായി എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. എന്നെ കുറിച്ച് മംഗളം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുടിയുള്ള കുട്ടി എന്നായിരുന്നു പറയുന്നത്. മുടിയുള്ള കുട്ടി, അപ്പച്ച് മുടിയായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം നീളമുള്ളത്. ഇവരിങ്ങനെ പൊഴിക്കുകയാണ് പല രീതിയിൽ. ഈ ലേസർ അതൊക്കെ വെച്ച് ലേസർ അടിക്കുന്നു. ഇവൻ ആരാണ് നമ്മളെ കുറിച്ച് പറയാൻ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അവന് ഭയങ്കര അസുഖം. ഇവൻ ആരാണ് നമ്മളെ കുറിച്ച്? ഇവൻ ഏതോ ഒരു മലപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരാളെ, അവൻ നമ്മളെ ഭരിക്കാൻ നടക്കുക. ഇവൻ ഏതോ വലിയ കേമനായിട്ടങ്ങ് ഭരിക്കുകയാണ് ഇവനങ്ങ്. ഇവനാരോ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ അങ്ങ് ഭരിക്കുക, എന്തൊക്കെയോ നമ്മളങ്ങ് ഏതാണ്ട് പോലെ ആയെന്ന് വരുത്തി തീർക്കണം. ഇവന്റെ മോനെ ഇതുപോലെ അടിച്ച് വക വരുത്തിയിട്ട് എന്തുവാ കള്ളിനകത്തൊക്കെ ഏതാണ്ടൊക്കെ പൊട്ടിയവനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും ഇവനെ ബോധം കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടിടുക, ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ഇവൻ കാശ് വാങ്ങിക്കും. ഇതേപോലെയാണ് എന്നോടും ചെയ്തത്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, എന്റെ അമ്മ ഹോസ്പിറ്റലിൽ പ്രഷർ കൂടി അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ ബിജുപി എന്ന് പറയുന്നവൻ എന്നെ വിളിച്ച് ജോസ്കോ എന്ന് പറയുന്ന എടപ്പോൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് അവർ അനിൽ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ ഈ ഹോസ്പിറ്റൽ ജോസ്കോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു ചെയറിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറയുന്ന വ്യക്തിയാണ് ചെയറിലിരിക്കുന്നത്. എനിക്ക് എന്റെ അമ്മയെ ചെയറിലിരിക്കുന്നത് കണ്ട ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ എണീക്കുന്നത് ഒരു കട്ടിലേന്നാണ്. കട്ടിലേന്ന് എണീക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലം. നമ്മളിങ്ങനെ ചുറ്റും നോക്കുകയാണ്. നമ്മൾ നോക്കുമല്ലോ, ഇത് എവിടെയാണോ ഇതെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ ചുറ്റിനും കുറെ കട്ടിലൊക്കെ കിടക്കുന്നു, കുറെ പെണ്ണുങ്ങളൊക്കെ ഇതാ കിടക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നത് ഇത് ഇങ്ങനെ ഇടാനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല മനസ്സിലായത്. ഇവൻ നമ്മളെ ഇങ്ങനെ കൊണ്ടിടുക, കാശുണ്ടാക്കുക, ഇവന്റെ ജോലിയാണിത്. ഇവൻ ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് അടിച്ചിവൻ കുറെ നോക്കി. ബിജുപി എന്ന് പറയുന്ന കള്ളൻ പേര് കള്ളൻ. ഇവന്റെ സ്വത്തുമെല്ലാം 6 ഏക്കർ വിറ്റ് ഏതോ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് നടക്കുകയാണ് ഇവൻ. എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ട് ഇവന്റെ 6 ഏക്കർ വിറ്റെന്നാ പറയുന്നത്. എല്ലാരും പറയുന്നുണ്ട് ഈ ഇവിടുത്തെ 6 ഏക്കർ അവൻ വിറ്റെന്നുള്ളത്. അങ്ങനെ അങ്ങ് നടക്കുക ഇവൻ. എന്നിട്ട് ഇവൻ നമ്മളെ എല്ലാരും 18 ദിവസമാണ് കുത്തി മയക്കി ഇട്ടത്. അതേപോലെയാണ് ഇവൻ ഈ സുബ്രഹ്മണ്യന്റെ മോനെയും ഇതുപോലെ അടിച്ച് ഇവൻ നല്ലപോലെ കുടിക്കും. ഇവന്റെ അപ്പന്റെ കൂട്ട് തന്നെ നല്ല കുടിയനാണ്. രണ്ടും നല്ല കുടിയന്മാരാ. ഇവനും ഈ